നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാറമ്പാടത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോട്ടോൽ സ്വദേശി അഭിഷിക്താണ് മരിച്ചത്. അപകടം വൈകിട്ട് 5 മണിയോടെ. SSLC പരീക്ഷാഫലം നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. പരീക്ഷാഭവൻ സൈറ്റുകളിലൂടെ ഫലമറിയാം. ഒരുക്കങ്ങൾ പൂർത്തിയായി. പുന്നൂരിൽ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറമൽ അപകടനില തരണം ചെയ്തു. ആദ്യം പ്രവേശിപ്പിച്ചിരുന്ന ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ നിന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ക്ഷീണം മാറുന്നതുവരെ ആശുപത്രിയിൽ വിശ്രമത്തിൽ തുടരുമെന്ന് അധികൃതർ. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു സൂര്യതാപത്താൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. കുന്നംകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. പണവും മൊബൈൽ ഫോണും കവർന്നു. പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിലായിരുന്നു കവർച്ച. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. പാറമ്പാടത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോട്ടോൽ തെക്കത്ത് വളപ്പിൽ മണികണ്ഠന്റെ മകൻ 22 വയസ്സുള്ള അഭിഷിക്താണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 അപകടം. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബൈക്ക് ബസിന്റെ ഒരു വശത്തേക്ക് ഇടിച്ചു കയറി. ഇടിയാഘാതത്തിൽ ബസിന്റെ മുൻവശവും ബൈക്കും തകർന്നു. തലയ്ക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റ അഭിഷിക്തനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജിഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടവിവരം അറിഞ്ഞ് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ തവണ മെയ് 19 ഫലപ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത്. 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 20 വരെ 14 ദിവസങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു. അതേസമയം ഇത്തവണ SSLC പരീക്ഷാഫലത്തിൽ വിജയശതമാനം കുറയുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങൾ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം മെയ് 25 ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം. കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ഫലമായാണ് ഈ വർഷം മെയ് 10 തന്നെ ഫലപ്രഖ്യാപനം നടത്താനാകുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4,41,120 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,23,736 ആൺകുട്ടികളും 2,17,384 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഏപ്രിൽ 3 മുതൽ 24 തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത്. +1, +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മൊത്തം 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകർ പങ്കെടുത്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ റെഗുലർ വിഭാഗത്തിൽ 27,798 പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 ഉൾപ്പെടെ ആകെ 29,300 പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 18,297 ആൺകുട്ടികളും 11,003 പെൺകുട്ടികളുമാണ് ഉള്ളത്. 8 ക്യാമ്പുകളിലായി 2,200-ഓളം അധ്യാപകരും മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിൽ ആംബുലൻസ് ഇടിച്ച് തൃശൂർ സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ചാണ് കാറും ആംബുലൻസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചത്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ 54 വയസ്സുള്ള ശിവകുമാർ, മക്കളായ 23 വയസ്സുള്ള ശരത്, 15 വയസ്സുകാരൻ സൗരവ് എന്നിവർക്കാണ് അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ശിവകുമാറും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്.
കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർദിശയിലൂടെ അമിതവേഗതയിൽ വന്ന ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കാറിലുണ്ടായിരുന്ന 3 പേർ തൽക്ഷണം മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:50ഓടെയായിരുന്നു അപകടം. അപകടത്തിൽ പൂർണ്ണമായി തകർന്ന കാറിൽ നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ മംഗൽപാടി മോർച്ചറിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാളെ കാസർഗോഡ് ആശുപത്രിയിൽ നിന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആംബുലൻസ് എതിർദിശയിൽ നിന്നും വന്ന കാറിലിടിച്ചത്. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്നവർക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തും. CCTV ന്യൂസ്, കേച്ചേരി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ അപകടനില തരണം ചെയ്തു. ക്ഷീണം മാറുന്നതുവരെ ആലുവ രാജഗിരി ആശുപത്രിയിൽ വിശ്രമം തുടരും. ഇന്നലെ രാത്രിയിലാണ് പുന്നിയൂർ പഞ്ചായത്തിലെ എടക്കരയിൽ പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. തുടർന്ന് വേദിയിലുണ്ടായിരുന്ന ഡോക്ടർ RP ഹക്കീമിന്റെ നേതൃത്വത്തിൽ CPR നൽകി എടക്കഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ അതിവേഗം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം അപകടനില തരണം ചെയ്തതായും സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്തിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ക്ഷീണം മാറുവോളം ആശുപത്രിയിൽ തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു. തിരുമറ്റക്കോട് പള്ളിപ്പാടത്ത് നിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ജനപ്രതിനിധികളായവർ വരെ ഇത്തരം കോക്കസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. CCTVയാണ് അനധികൃത മണ്ണ് ഖനനം സംബന്ധിച്ച വാർത്ത ആദ്യം പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് ഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണ് ഖനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഒരാഴ്ച മുമ്പ് ഉരുണ്ടു വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ 10ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത്. ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു. കുന്നിൻ ചെരുവിൽ ആടുമേച്ചുകൊണ്ടിരുന്ന വയോധികൻ ഓടി മാറിയതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 7 മാസക്കാലത്തിലേറെയായി ജനവാസ മേഖലക്കരികിലെ കുന്നിൻ മുകളിൽ മണ്ണ് ഖനനം തകൃതിയായി പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഭീമൻപാറ താഴേക്ക് ഉരുണ്ടു വീണതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതിനിടെയാണ് മന്ത്രി പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. അപകടമുണ്ടായ ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതെന്നും നിയമവിരുദ്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുമാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ അനുവദിച്ച് നൽകാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ പാറ, ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളിൽ ആരോ അയച്ചു തന്നിരുന്നു. ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വീഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോഴാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം. അന്ന് തന്നെ അത് നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കളക്ടറായിട്ടും ചീഫ് സെക്രട്ടറിയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു. മുൻ തൃത്താല MLA VK ചന്ദ്രൻ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, TP മുഹമ്മദ്, ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. വേലൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ 4 ദിവസം പ്രായമായ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന പശുക്കുട്ടിയുടെ 2 ചെവികളും നായ്ക്കൾ കടിച്ചെടുത്തു. റോഡരികിൽ പൊതുസ്ഥലങ്ങളിൽ അറവു മാലിന്യം തള്ളുന്നതാണ് തെരുവുനായ്ക്കൾ വർദ്ധിക്കാൻ കാരണം. കളക്ടർ, തൃശൂർ ശുചിത്വ മിഷൻ, വേലൂർ പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ CD സൈമൺ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവുനായ്ക്കളുടെ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. കാൽനട യാത്രക്കാരും ഭീഷണിയിലാണ്. വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു.
തെരുവുനായയുടെ ശല്യം ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത്. ഇന്നാളെ ഭിന്നശേഷിക്കാരൻ കുട്ടീനെ കടിച്ചു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ. ആളുങ്ങളെ ഉപദ്രവിക്കൽ ഭയങ്കരമായിട്ടുണ്ട്. ഇവരെ കൂട്ടം കൂടി വന്നിട്ടാണ് കടിക്കലും ചാടലും ഓടലൊക്കെ കഴിഞ്ഞു. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഭരണാധികാരികൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുത്തില്ല. അതേസമയം ഭരണപക്ഷത്ത് നിന്ന് ഒരു അംഗത്തെ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് UDF അംഗങ്ങൾ. V4 മുന്നണിയുടെ സഹകരണത്തോടെ LDF ആണ് പട്ടാമ്പി നഗരസഭാ ഭരണം കൈയാളുന്നത്. 28 അംഗ നഗരസഭയിൽ LDF-ന് 10, UDF-ന് 11, V4 മുന്നണിക്ക് 6, BJP-ക്ക് 1 സീറ്റുമാണ് ഉള്ളത്. 11 അംഗ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. 11 UDF കൗൺസിലർമാരും ഭരണപക്ഷത്തു നിന്നുള്ള 1 കൗൺസിലറും BJP കൗൺസിലറുമാണ് ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ 28 അംഗ കൗൺസിലിൽ 14 പേർ ഹാജരായെങ്കിൽ മാത്രമേ യോഗം തുടങ്ങാനാവൂ. ഭരണപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാതെ വരികയും അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതെ വരികയുമായിരുന്നു. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. 11 അംഗങ്ങളാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും എന്നാൽ 12 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും UDF കൗൺസിലർമാർ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12 മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിലവിലെ ഭരണത്തിൽ അതൃപ്തയാണെന്നും അത് അറിയിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുമായിരുന്നു V4 മുന്നണിയിൽ നിന്നുമുള്ള KT റുക്കിയുടെ പ്രതികരണം. വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണെന്നും ഇരു മുന്നണികളും BJP-ക്ക് ഒരുപോലെയാണെന്നും BJP അംഗം A. സുരേഷും പറഞ്ഞു. നോട്ടീസ് തന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഭരണാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മൾ മര്യാദ പാലിച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ കോറം തികയാത്തതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നിട്ടില്ല. നമ്മളത് അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മളതിന് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 മുന്നണികളും ഭരിച്ചുകൊണ്ട് നമുക്ക് പട്ടാമ്പി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പ്രതികരിച്ചു. UDF കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കും എതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. LDF V4 എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടു. തീർച്ചയായും UDF കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് LDF V4 സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ പരാജയപ്പെടുത്തിയത്. പെരുമ്പലാവിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. സംസ്ഥാന പാതയിലെ പെരുമ്പലാവ് അൻസാർ ഹോസ്പിറ്റലിന് മുൻപിൽ ഇന്ന് കാലത്ത് 7 മണിയോടുകൂടിയായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തേക്ക് വന്നിരുന്ന KSRTC ബസും കുന്നംകുളം ഭാഗത്തുനിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് വന്നിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ജന്മശതാബ്ദിയുടെ ഭാഗമായുള്ള കലാസാഗർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാനിലയം ഗോപി കഥകളി വേഷം, കലാമണ്ഡലം സുകുമാരൻ സംഗീതം, കോട്ടക്കൽ വിജയരാഘവൻ ചെണ്ട, മാർഗി രത്നാകരൻ മദ്ദളം, മാർഗി രവീന്ദ്രൻ നായർ ചുട്ടി, രഞ്ജിത്ത് തൃപ്പുണിത്തുറ ഓട്ടംതുള്ളൽ, കലാമണ്ഡലം കനകകുമാർ ചാക്യാർകൂത്ത്, സരിത കൃഷ്ണകുമാർ കൂടിയാട്ടം, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ മോഹിനിയാട്ടം, സരിത കലാക്ഷേത്ര ഭരതനാട്യം, കലാമണ്ഡലം ശ്രീരേഖാജി നായർ കുച്ചിപ്പുടി, ആറങ്ങോട്ടുകര ശിവൻ തായമ്പക, കല്ലുവഴി ബാബു തിമില, കല്ലേക്കുളങ്ങര ബാബു മദ്ദളം, ആർ തുറവൂർ വിനീഷ് കമ്മത്ത് ഇടയ്ക്ക, കാട്ടുകുളം ജയൻ ഇലത്താളം, തൃപ്പാളൂർ ശിവൻ കൊമ്പ് എന്നിവർക്കാണ് പുരസ്കാരം. കലാപ്രേമികളിൽ നിന്നുള്ള നാമനിർദ്ദേശപ്രകാരമാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 28-ന് കേരള കലാമണ്ഡലം, കേന്ദ്ര സാംസ്കാരിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടക്കുന്ന ഒരു പിറന്നാളിന്റെ ഓർമ്മയ്ക്ക് സ്മൃതി സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി രാജൻ പൊതുവാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCTV.
ആൽത്തറ ടൗൺ മസ്ജിദിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനയും നടത്തി. ചൊവ്വാഴ്ച കാലത്ത് 7 മണിക്ക് മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലായിരുന്നു നമസ്കാരവും പ്രാർത്ഥനയും നടത്തിയത്. വെങ്കിടങ്ങ് സൽസബീൽ കോളേജ് പ്രിൻസിപ്പാളും കൊച്ചനൂർ സലഫി മസ്ജിദ് ഖത്തീവുമായ ഹാഫിൽ ജാഫർ സലഫി നമസ്കാരത്തിനും തുടർന്ന് നടത്തിയ ഉദ്ബോധന പ്രസംഗത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ആൽത്തറ ടൗൺ മസ്ജിദ് ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം, പണവും മൊബൈൽ ഫോണും കവർന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിലാണ് കവർച്ച ഉണ്ടായത്. സ്ഥാപനത്തിലെ മൊബൈൽ ഫോണും 3000 രൂപയുമാണ് കവർന്നത്. കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറിയാണ് മോഷ്ടാവ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മെയ് 7 കേബിൾ TV ഡേ ആചരിച്ചു. CCTV ഓഫീസിന് മുൻപിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പതാക ഉയർത്തി. മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ, സെക്രട്ടറി അബ്ദുൾ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗം KA യാക്കൂബ്, മറ്റ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കമാലി പുളിയാനം സ്വദേശി ശ്രീനിലയത്തിൽ വിജയൻ എന്നയാളെ മെയ് 1 മുതൽ കാണുവാനില്ല. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. 62 വയസ്സുള്ള ഇദ്ദേഹം അപസ്മാരബാധിതനും മാനസിക വെല്ലുവിളി നേരിടുന്നയാളുമാണ്. കാണാതാകുമ്പോൾ ചാരനിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. 5.5 അടിയോളം ഉയരവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമാണ്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. ഫോൺ നമ്പർ 95 39 33 01 22. നമ്പർ ആവർത്തിക്കാം: 95 39 33 01 22. കടുത്ത ചൂടിൽ യാത്രക്കാർക്ക് ആശ്രയമായിരുന്ന പുന്നൂരക്കുളത്തെ ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചിരുന്ന ദാഹജല സംഭരണി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. ഗുരുവായൂർ ഊർജ്ജമിത്രയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകരുടെയും പാടശേഖര സമിതിയുടെയും യോഗം സംഘടിപ്പിച്ചു. കടവലൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷയായി. ഊർജ്ജമിത്ര ഗുരുവായൂർ സംരംഭകനും EMC റിസോഴ്സ് പേഴ്സണുമായ AA വസന്തൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഊർജ്ജ ഉൽപാദനവും സംരക്ഷണവും, ഊർജ്ജ കാര്യക്ഷമതയുള്ള 5 സ്റ്റാർ ഗൃഹോപകരണങ്ങൾ, ഊർജ്ജ സംരക്ഷണത്തിന് ഉതകുന്നതും പ്രകൃതിക്ക് ഇണങ്ങുന്നതുമായ കെട്ടിട നിർമ്മാണ രീതികൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസ് നടത്തിയത്. വേനൽക്കാലത്തെ ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തിൽ KSEB വിദഗ്ധർ ക്ലാസ് നയിച്ചു. നിലവിൽ സൗജന്യ കാർഷിക കണക്ഷനുള്ള കർഷകർക്ക് സൗജന്യ സോളാർ അനുവദിക്കുന്നതിന്റെ സ്പോട്ട് രജിസ്ട്രേഷനും ഒരുക്കിയിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് സംസാരിച്ചു. ജനപ്രതിനിധികളും സംബന്ധിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും 300ാം സംയുക്ത ഊട്ടുതിരുനാളിന് തുടക്കമായി. മെയ് 6, 7, 8, 9 തീയതികളിലായിട്ടാണ് സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. മെയ് 6 തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് പാട്ടുകുർബാനയും ലതീഞ്ഞ് നൊവേനയ്ക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ഇടവക വികാരി റാഫേൽ താണിശ്ശേരി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുടർന്ന് വാദ്യമേളവും പള്ളിമുറ്റത്ത് അരങ്ങേറി. മെയ് 7 ചൊവ്വാഴ്ച വളയെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് വളവഞ്ചരിപ്പും നടന്നു. വൈകിട്ട് 5:30 പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസുദ്ധേന്തി വാഴ്ച, തുടർന്ന് കൂടുതുറക്കൽ, രൂപമെഴുന്നള്ളിച്ച് വയ്ക്കൽ എന്നിവ ഉണ്ടാവും. ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജീൻ ചിറയത്ത് മുഖ്യ കാർമ്മികനാകും. തിരുനാൾ ദിനമായ മെയ് 8 ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഊട്ട് വെഞ്ചരിപ്പ്. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അന്തിക്കാട് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ മുഖ്യ കാർമ്മികനാകും. ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഡിറ്റോ കുള തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായി തിരുനാൾ പ്രദക്ഷിണവും ശേഷം ഫ്യൂഷനും ഉണ്ടായിരിക്കും. മെയ് 9 വ്യാഴാഴ്ച മരിച്ചവർക്കുള്ള പാട്ടുകുർബാനയും സെമിത്തേരിയിൽ പൊതു ഓഫീസും ഉണ്ടാവും. തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവർ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചാലക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കെങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ 300ാമത് സംയുക്ത ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത തിരുനാൾ പ്രൊമോ വീഡിയോ വൈറലാകുന്നു. ഇത് നമ്മുടെ മെയ് പെരുന്നാളിന്റെ സപ്ലിമെന്റ് ആണ് പാപ്പാ. ഓക്കെ നോക്കട്ടെ. പെരുന്നാളിൽ പങ്കെടുക്കാൻ വരുന്ന പേരക്കുട്ടികളും അവർക്ക് വേണ്ടി പെരുന്നാൾ പലഹാരമുണ്ടാക്കുന്ന അമ്മാമ്മയും പ്രേക്ഷകർക്ക് യഥാർത്ഥ പെരുന്നാൾ ഒരുക്കത്തിന്റെ അനുഭൂതി പകരുന്നു. പെരുന്നാളിന് കൊടികേറുമ്പോഴേ പെരുന്നാൾ പലഹാരം ഉണ്ടാക്കാനുള്ള ഉരുണ്ടി അടുപ്പത്ത് കയറണമെന്ന് പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടാ? ഞാനൊന്നും കേട്ടിട്ടില്ല, എന്താ അറിയാമേ. നീ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല.
എന്റെ കാലം കഴിഞ്ഞാലേ ഈ ഒച്ചപ്പണി തന്നെ അന്യ ഇന്നത്തെ അനുഭവമായി മാറും. അതിനല്ല എന്റെ പൊന്നും അറിയാമേ ഈ സോഫി കുഞ്ഞൂടെ ഉള്ളത്. ബേക്കറിയിൽ നിന്ന് എത്ര പെരുന്നാൾ പലഹാരങ്ങൾ കിട്ടുമെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിന്റെ രുചിയും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. തിരക്കു പിടിച്ച ജീവിതത്തിൽ ഇതുപോലെയുള്ള പെരുന്നാളുകൾ കടന്നു വരുമ്പോൾ ബന്ധുക്കളുടെ ഒത്തുചേരലും എല്ലാം ഒരുക്കി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കുന്നതും തന്നെയാണ് ജീവിതത്തിൽ നല്ല ഓർമ്മകളായി ബാക്കി വയ്ക്കാനാകുന്നത് എന്ന സന്ദേശം കൂടി ഈ വീഡിയോയിലൂടെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നു. ഷോർട്ട് ഫിലിമുകളിലൂടെ കലാരംഗത്ത് സജീവമാകാൻ ആഗ്രഹിക്കുന്ന ആൽവിൻ തോമസാണ് പ്രൊമോ വീഡിയോയുടെ കഥയും സംവിധാനവും. നിരവധി ഷോർട്ട് ഫിലിമുകൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സേവിയർ ഡെന്നിയാണ് തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ക്യാമറ ജസ്റ്റ് ജോസും ആഷ്ലിനും കൈകാര്യം ചെയ്തു. പാടൂർ ടിസറന്റ്, ജൂലി ടെസിറന്റ്, സേവിയർ ഡെന്നി, സിൽജ സണ്ണി, ഏഞ്ചൽ, ആൽവിൻ തോമസ് എന്നിവർ അഭിനേതാക്കളായി. CCTV ന്യൂസ്, വേലൂർ. കടയിൽ നിന്നും സാധനം വാങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ മധ്യവയസ്കൻ ബൈക്ക് ഇടിച്ചു മരിച്ചു. വാവന്നൂർ സ്വദേശി ഉരുപ്പക്കായൽപ്പടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വാവന്നൂർ സ്കൂളിന് സമീപത്ത് തിങ്കളാഴ്ച രാത്രി 8:30 അപകടം. സമീപത്തെ കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഇരുചക്ര വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബൈക്ക് യാത്രികനായ രായമംഗലം സ്വദേശിക്കും പരിക്കേറ്റു. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിയിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. മെയ് 7 മുതൽ 10 വരെ പഴഞ്ഞി പട്ടിത്തടം സ്വാഗത ഓഡിറ്റോറിയത്തിലാണ് VBS. രാവിലെ 10-ന് ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും IPC പൊന്നാനി ഏരിയ കൺവീനറുമായ പാസ്റ്റർ CC ബാബു പതാക ഉയർത്തിയതോടെയാണ് അവധിക്കാല വേദാധ്യയന ക്യാമ്പിന് തുടക്കമായത്. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റും പെരുമ്പിലാവ് ഗ്ലോറിയസ് ചർച്ചിലെ പാസ്റ്ററുമായ പോൾ ബാബു ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. പാസ്റ്റർ ജോയി രണ്ടത്താണി പ്രാരംഭ പ്രാർത്ഥന നടത്തി. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു VBS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഒരു 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന കോശങ്ങളെക്കാൾ കൂടുതൽ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകളിലൊക്കെ ചില ചുളിവുകളൊക്കെ വരും. നന്നായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ല. കാലുകൾക്കൊക്കെ വേഗത കുറയും. ഓടണമെന്ന് തോന്നിയാൽ ഓടാൻ പറ്റില്ല, ചാടണമെന്ന് തോന്നിയാൽ ചാടാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ചാടണമെന്ന് തോന്നിയാൽ ചാടാൻ വേണ്ടി പറ്റും, ഓടണമെന്ന് തോന്നിയാൽ ഓടാൻ പറ്റും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ മുഖ്യാതിഥിയായി. സാംസൺ ജോണിയും സംഘവും ഗാനപരിശീലനത്തിന് നേതൃത്വം നൽകി. വയസ്സിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ച് വൈവിധ്യമേറിയ പരിപാടികളാണ് നടത്തുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടക്കുന്ന VBSൽ 4 വയസ്സ് മുതൽ 16 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. നൂതനമായ വീഡിയോ കോറിയോഗ്രാഫി, പപ്പറ്റ് ഷോ, വിവിധ ഗെയിമുകൾ, റാലി ഉൾപ്പെടെയുള്ളവ ഇതിന്റെ ഭാഗമായി നടക്കും. പങ്കെടുക്കുന്നവർക്കായി വാഹന സൗകര്യവും ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ബണ്ട് നിർമ്മാണത്തിലെ അപാകത അവിയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതായി കർഷകരുടെ പരാതി. പൊന്നിയൂർ പഞ്ചായത്ത് അവിയൂർ വളയൻതോട് ഭാഗത്ത് 300 മീറ്ററിനുള്ളിൽ ചെറുതും വലുതുമായ 5ഓളം തടയണകളാണ് പലപ്പോഴായി നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഇതുമൂലം കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കുട്ടാടൻ പാടശേഖരങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. വേലിയേറ്റ സമയങ്ങളിൽ കനോലി കനാലിൽ നിന്ന് ഒഴുകിയെത്തിയ ഉപ്പുവെള്ളം കടുത്ത വേനലിൽ പോലും പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതുമൂലം പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുമെന്ന ആശങ്കയിലാണ് പരിസരത്തെ വീട്ടുകാർ. കണ്ണഞ്ചിറ ബണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം. ഇവിടെ പുതുതായി സ്ലോയിസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മതിയായ രീതിയിൽ ബണ്ട് ഉയരം കൂട്ടിയിട്ടില്ല. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സ്ലോയിസിൽ ഫൈബർ ഷട്ടറുകളാണ് ആദ്യം ഘടിപ്പിച്ചിരുന്നത്. അതിനൂതനമായ ഫൈബർ ഷട്ടറുകളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിലൂടെ വെള്ളമിറങ്ങുന്നത് മൂലം വീണ്ടും മരത്തിൻ്റെ ഷട്ടറിട്ട് ഇടയിൽ മണ്ണിട്ട് വെള്ളം തടഞ്ഞു നിർത്തേണ്ട സ്ഥിതിയാണ്. തടയണ നിർമ്മിക്കുമ്പോൾ അതിന് ഇരുവശത്തും ബണ്ട് ഉയരം വെപ്പിക്കുന്നതിന് ആവശ്യമായ മണ്ണിൻ്റെ കുറവും ഭിത്തി കെട്ടാത്തതുമാണ് വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം കയറുവാനുള്ള പ്രധാന കാരണം. നിലവിൽ കുരഞ്ഞിയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലേക്കാണ് കണ്ണൻചിറയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത്. നിരവധി കുടുംബങ്ങളാണ് പരിസര പ്രദേശങ്ങളിൽ കിണറുകളിൽ അത്യാവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിയുന്നത്.
ഇത് വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ. ബണ്ടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ചാവക്കാട് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ചാവക്കാട് BRC പരിധിയിലെ 5 പഞ്ചായത്തുകളിലെയും ചാവക്കാട് ഗുരുവായൂർ നഗരസഭകളിലെയും 7, 8, 9 ക്ലാസുകളിലേക്ക് വിജയിച്ച 28 വിദ്യാർത്ഥികളാണ് മുനിസിപ്പാലിറ്റി ഹാളിൽ നടന്ന നീലക്കുറിഞ്ഞി ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. മീന CI മത്സരം നിയന്ത്രിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജീവ് വിനോദ്, സുപ്രിയ, സെഫിയ, കില തീമാറ്റിക് എക്സ്പെർട്ട് ആൻസി, RGSA കോർഡിനേറ്റർ വിജയഘോഷ് എന്നിവർ നേതൃത്വം നൽകി. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ആദ്യ അനിൽ 1ാം സ്ഥാനവും, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അഫ്ല CA 2ാം സ്ഥാനവും, മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിഷ നൗറിൻ KS 3ാം സ്ഥാനവും നേടി. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥി പ്രഭാശങ്കർ 4ാം സ്ഥാനത്തെത്തി. മെയ് 10 തൃശൂർ ജില്ലയിൽ നടക്കുന്ന നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവ ക്വിസ് മത്സരത്തിലേക്ക് മേഖലാ വിജയികൾ അർഹത നേടി. CCTV ന്യൂസ്, ചാവക്കാട്. കഥാകൃത്ത് ഏകലവ്യന്റെ 11ാമത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഏകലവ്യൻ സ്മാരക ലൈബ്രറി ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏകലവ്യൻ അനുസ്മരണ സമിതി ചെയർമാൻ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏകലവ്യന്റെ സഹധർമ്മിണി ലീലാമണി, വിവേകാനന്ദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എഡിസൺ K വർഗീസ്, ഡോക്ടർ സോയ ജോസഫ്, KC ബാബു, KC റജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മിഷ സെബാസ്റ്റ്യൻ സ്വാഗതവും അഡ്വക്കേറ്റ് പിൽജോ വർഗീസ് നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് CK സുമയ്ക്ക് കേരള NGO യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഏരിയ പ്രസിഡന്റ് PA വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വരദൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷർമിള, ജില്ലാ കമ്മിറ്റി അംഗം MH റാഫി, FSCTO താലൂക്ക് സെക്രട്ടറി CS രഘുനന്ദനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ഏരിയ സെക്രട്ടറി KR പ്രേംരാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സിനിമോൻ MC നന്ദിയും പറഞ്ഞു. NGO യൂണിയൻ മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റും ഗവൺമെന്റ് സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിരമിച്ച CK സുമ. വനിതകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് വെള്ളറക്കാട് ലാൻഡേൺസ് മീഡിയയുടെയും IMFAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞുള്ള ഫാഷൻ ഷോ മത്സരത്തിന്റെയും അവാർഡ് നൈറ്റിന്റെയും ലോഗോ പ്രകാശനം എരുമപ്പെട്ടിയിൽ നടന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ലാൻഡേൺസ് ഫാഷൻ ഷോയുടെ ബ്രാൻഡ് അംബാസിഡറും ഫേസ് ഓഫ് കേരള ഫസ്റ്റ് റണ്ണറപ്പുമായ അഞ്ജലി S പിള്ളൈ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡയറക്ടർമാരായ റഫീഖ് നാലകത്ത്, അരുൺ ചന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ജോമോൻ ജോസഫ്, കോർഡിനേറ്റർ ഇമ നന്ദനം എന്നിവർ പങ്കെടുത്തു. കിഡ്സ്, ജൂനിയർ, സീനിയർ, ടീന്, മിസ്റ്റർ, മിസ്, മിസ്സസ് കാറ്റഗറിയിലുള്ള മോഡൽസിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതിലൂടെ ഞങ്ങൾ വിചാരിക്കുന്നത്, സാധാരണ നമ്മുടെ ഉള്ളവർക്കൊരു വിചാരമുണ്ട്, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നീളം ഉള്ളവർ, ഇല്ലെങ്കിൽ സ്ലിമ്മായിട്ടുള്ളവർ, നിറം വ്യത്യാസം അങ്ങനെയുള്ളവരുണ്ട്. ആ ഒരു ധാരണ മാറ്റാനായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഷോയിലൂടെ ഞങ്ങൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്, അതാണ് ഞങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മെയ് 25, 26 തീയതികളിൽ വടക്കാഞ്ചേരി ഡെലിസയിൽ വെച്ചാണ് ഫാഷൻ ഷോയും അവാർഡ് വിതരണവും നടക്കുന്നത്. സാധാരണക്കാർക്ക് അപ്രാപ്യമെന്ന് കരുതുന്ന ഫാഷൻ, മോഡൽ, ഡിസൈനിംഗ് രംഗങ്ങളിലേക്ക് ഗ്രാമീണ വനിതകളെ കൈപ്പിടിച്ചുയർത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ സാധാരണ ഈ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാർക്കിടയിൽ ഫാഷൻ ഷോയെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടും നമ്മൾ ഫാഷൻ TV ഒക്കെ കണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെയാണ് ഉള്ളത് നിലവിലുള്ളത്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഫാഷന് വേറെ വലിയൊരു മുഖമുണ്ടെന്നും അതുപോലെ തന്നെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പുറകിൽ ഒരുപാട് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതും പൊതുജനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിവിധ കാറ്റഗറികളിലായി 3 മുതൽ 65 വയസ്സുവരെയുള്ള 150 പേർ മത്സരത്തിൽ പങ്കെടുക്കും. 25-ാം തീയതി മോഡൽസിനുള്ള ഗ്രൂമിങ്ങും ടാലന്റ് റൗണ്ടും നടക്കും. 26-ന് മോഡലിംഗ് മത്സരവും അവാർഡ് ദാന ചടങ്ങും നടക്കും. നമുക്ക് ഈ ഷോ IMFAയുടെ, അതായത് ഇൻഡോ മോഡലിംഗ് ആൻഡ് ഫാഷൻ അസോസിയേഷൻ, കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് അസോസിയേഷനായ ഈ അസോസിയേഷൻ്റെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ ഷോ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വരുന്ന മോഡൽസിനാണെങ്കിൽ പോലും ഫ്രഷേഴ്സിന് അനു, അതുൽ ജോൺ അടക്കമുള്ള 3ഓളം പ്രമുഖ കൊറിയോഗ്രാഫേഴ്സാണ്
അവർക്ക് ഗ്രൂമിങ്ങും കാരണം കൊടുക്കുന്നത്. ഇപ്പോൾ എങ്ങനെ വാക്ക് ചെയ്യണം, എങ്ങനെ പോസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ സെൽഫ് ഇൻട്രോ വരെ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ മൈക്ക് എങ്ങനെ പിടിക്കണം എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണ്. കാരണം ഇവർ ശരിക്കും പോർട്ട്ഫോളിയോ നമുക്കറിയാമല്ലോ, പല കോസ്റ്റ്യൂംസ് നമുക്ക് വരും. പക്ഷേ ഷോ ആകുമ്പോൾ ലിമിറ്റഡ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കോസ്റ്റ്യൂമും ചേരുന്നതിലായിരിക്കും. പിന്നെ 2 റെഫറൻസ് കൊടുത്തിട്ടുണ്ട് മാത്രം. അവർക്ക് കംഫർട്ട് അനുസരിച്ച് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. അതായത് കേരള ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫ് വൈറ്റ് പട്ട് അങ്ങനത്തെ ഒരു ടൈപ്പും, വെസ്റ്റേണിൽ ഇഷ്ടമുള്ളത് ഫുൾ കവേർഡ്, നമുക്ക് എക്സ്പോസിങ് ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ നാട്ടിലൊരു ഇതുണ്ട്, ഫാഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പോസ്, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. കല, കായിക, സാംസ്കാരിക, മാധ്യമരംഗത്ത് കഴിവു തെളിയിച്ചവർ ഉൾപ്പെടെ 15 വിഭാഗത്തിലുള്ള പ്രതിഭകൾക്കാണ് അവാർഡ് നൽകുന്നത്. ഇതോടൊപ്പം കേരളത്തിൽ നിന്നും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 250-ൽ പരം മോഡലുകൾ പങ്കെടുക്കുന്ന പ്രദർശനവും നടക്കും. കുന്നംകുളം CCTVയാണ് ഫാഷൻ ഷോയുടെ മീഡിയ പാർട്ട്ണർ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ തങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പതാക മഹല്ല് പ്രസിഡന്റ് MV അഹമ്മദ് കുട്ടി ഹാജി ഏറ്റുവാങ്ങി. 10 മണിക്ക് അകലാട് ജുമാ മസ്ജിദ് ഖതീബ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ച് പ്രാർത്ഥന നടത്തി. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഷെയ്ഖ് റിഫായി റാത്തിബിന് ബഷീർ സഖാഫി കല്ലൂർ നേതൃത്വം നൽകി. PM മഹമ്മൂദ് ഹാജി, സക്കരിയ ദർവേഷ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസ് മുബാറക് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ദിക്ർ ഹൽക, മൗലീദ് പാരായണം, മതപ്രഭാഷണം, അനുസ്മരണ പ്രഭാഷണം, ദുവാ സമ്മേളനം തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകും. KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, അഹമ്മദ് കബീർ ഫൈസി അകലാട്, വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദ് ഖതീബ് മുനീർ ഹുദവി, അകലാട് ഖാദ്രിയ മസ്ജിദ് ഖതീബ് ജാബിർ ഫൈസി, അബ്ദുൽ ഹമീദ് ബാഖവി, അങ്കമാലി ടൗൺ മസ്ജിദ് ഖതീബ് ബാവ മുസ്ലിയാർ, അബ്ദുൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ, ഷാഹുൽ ഹമീദ് അൽ ഖാദിരി വെളിയങ്കോട് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഉറൂസിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നടക്കും. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കും. മഹമ്മൂദ് ദർവേഷ് തങ്ങൾ കമ്മിറ്റി പ്രസിഡന്റ് PM മഹമ്മൂദ് ഹാജി, ജാറം കമ്മിറ്റി ട്രഷറർ PM മുഹമ്മദ് അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ജൌഹരി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KMA ബഷീർ, യുവജന വിഭാഗം കൺവീനർ ഷാഹിദ് K ആബിദ്, ദർവേഷ് തങ്ങൾ മഖാം ആണ്ടുനേർച്ച കമ്മിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാലിശ്ശേരിയിൽ തണത്ര പാലത്തിന് സമീപം വൻ തീപിടുത്തം. വാഴത്തോട്ടം ഉൾപ്പെടെ 3 പറമ്പുകളിലേക്കും നെൽപ്പാടത്തേക്കും തീ പടർന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു റോഡരികിൽ ആദ്യം തീ പിടിച്ചത്. തുടർന്ന് തീ സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് പടർന്നു പിടിച്ചു. തോട്ടത്തിലെ 70-ലധികം വരുന്ന വാഴകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി. ഇവിടെ നിന്നും തീ സമീപത്തെ തെങ്ങിൻ പറമ്പിലേക്കും തൊട്ടടുത്ത മറ്റൊരു വ്യക്തിയുടെ പറമ്പിലേക്കും പടർന്നു പിടിച്ചു. പറമ്പിലെ മാലിന്യം തള്ളിയിരുന്ന ഉപയോഗശൂന്യമായി കിണറിലേക്കും തൊട്ടടുത്ത നെൽപ്പാടത്തിലേക്കും അഗ്നിബാധ പടർന്നു. നാട്ടുകാർ എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും നിയന്ത്രണ വിധേയമായില്ല. പിന്നീട് പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയ ശേഷം മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ അണയ്ക്കാനായത്. ജനവാസ മേഖലകളിലേക്ക് തീ പടർന്നു പിടിക്കാത്തതിനാൽ വൻ അപകടം ഒഴിവായി. 95-ാം വയസ്സിലും ഉരുക്കാണ് കത്രീന ചേട്ടത്തി. ഒത്ത പെണ്ണുങ്ങൾ ചെയ്യാൻ മടിക്കുന്ന വാർക്കപ്പണി ഇപ്പോഴും ഒരു മടിയും കൂടാതെ ചെയ്യും. ഒരു ദിവസം പണിയില്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല എന്നാണ് കത്രീനയുടെ പക്ഷം. തൃശൂർ പൂങ്കുന്നം ഹരിനഗറിൽ കത്രീന 55 വർഷമായി വാർക്കപ്പണിക്കാരിയാണ്. BPയോ ഷുഗറോ കൊളസ്ട്രോളോ ഇല്ല. ഭർത്താവ് കാട്ടൂക്കാരൻ ബേബി എന്ന ജോൺ രോഗബാധിതനായതോടെയാണ് കുടുംബഭാരം കത്രീന ചുമലിലേറ്റിയത്. ഭർത്താവിന്റെ വേർപാടിനു ശേഷം മക്കളെ വളർത്താൻ മറ്റു മാർഗമില്ലാതെ വന്നതോടെ ഈ ജോലിയിൽ സ്ഥിരമായി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ കോൺക്രീറ്റ് ജോലികൾ ഉപകരാർ എടുത്തിരിക്കുന്നത് കത്രീന ചേട്ടത്തിയാണ്. 10ഓളം തൊഴിലാളികളെ കൂട്ടി രാവിലെ തന്നെ പണി തുടങ്ങിയ കത്രീനയെ കാണാൻ നാട്ടുകാർ കൗതുകപൂർവ്വം അടുത്തുകൂടി. 4 മക്കളാണ് കത്രീനയ്ക്ക്. ഒരാൾ മരിച്ചു. മറ്റുള്ളവരെല്ലാം നല്ല സ്ഥിതിയിലാണ്. ഇനി വീട്ടിൽ വിശ്രമിക്കാൻ മക്കളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ടും കത്രീന കൂട്ടാക്കിയില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കലാണ് തന്റെ സന്തോഷമെന്ന് കത്രീന പറയുന്നു. കുട്ടികളൊക്കെ ആയിപ്പോ അവരെ വളർത്താനായിട്ടൊരു ഭാഗമില്ല. അപ്പൊ വാർക്കപ്പണിക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയത് ഒരേ പാലങ്ങളും അതും ഇതും പണിയാൻ സീറ്റ് അങ്ങനെ ഇട്ടാ പോലെ സ്വിമ്മിംഗ് പൂള്, ചാലക്കുടി പാലം, അവല ആസ്പത്രി, അതൊരു മണ്ണുകുന്നല്ലായിരുന്നേ. അത് സഫയർ. ഞാൻ ഈ പണിയാത്ത ഈ ലോകത്ത് രുക്മണി മണ്ഡപം, ഷാർജ, റെയിലങ്ങോട്ട് കടക്കോടത്ത് ഇപ്പുറത്തുള്ള ഷാർജ കമരിച്ചില്ലേ,
മുൻ മുഖ്യമന്ത്രി കരുണാകരൻ, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി തുടങ്ങിയവരിൽ നിന്നും ആദരവുകൾ ഈ വയോധിക ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് വന്നിട്ട് 5 പവൻ 5000 രൂപ തന്ന് കേപ്പല്ല പറഞ്ഞേ. മമ്മൂട്ടി വന്നിട്ടല്ലേ ഇവന്റെ പണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിളിച്ചിട്ട് ചെന്നു പറപ്പൂരാന്ന് പണി. അപ്പൊ സീതാറാമിലേക്ക് വിളിച്ച് ചവനമണി ജോബി കൊണ്ടുപോയി സാഞ്ചാരൊക്കെ ഇല്ലായിരുന്നു. അപ്പോ 20,000 രൂപ ഒരു കുറവിൽ തന്നു. സോഷ്യൽ മീഡിയകളിലും വൈറലാണ് കത്രീന. മക്കളിൽ മൂത്തവന് 60 വയസ്സായി. അവർക്കില്ലാത്തത്ര ആരോഗ്യം കത്രീനയ്ക്കുണ്ട്. ജോലിക്കിടയിൽ കനത്ത ചൂടും കനത്ത മഴയും കത്രീനയ്ക്ക് പ്രശ്നമല്ലത്രേ. മരണം വരെ ജോലിക്ക് പോകണമെന്നാണ് കത്രീനയുടെ ആഗ്രഹം. സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നതിന്റെ സംതൃപ്തിയാണ് തന്റെ ആരോഗ്യ രഹസ്യമെന്ന് ചേടത്തി പറയുന്നു. ഞാൻ ചെയ്യാത്ത ഒന്നുമില്ല. ഈ ആള് തരല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ വെറുതെ ഇതായിട്ട് നിന്നു. ആ അമലേരെ ആ ആയുർവേദത്തിന്റെ പണിയാണ് ഇപ്പൊ ഞാൻ അങ്ങനെ നിന്നു. അപ്പൊ രാത്രി വരെ പണം കിട്ടാ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ഈ ആയുർവേദത്തിന്റെ മോളിൽ നിന്ന് ഈ വണ്ടി എന്നെ കൊണ്ട് കാട്ടിറപ്പിച്ചു. ആലോചിച്ച് നോക്കിയിട്ട് എന്ത് തള്ളുകൊണ്ട് വലിക്കും, കിണറ് കുത്തും. ഞാൻ എടുക്കാത്ത പണികളൊന്നുമില്ല, എല്ലാ പണിയെടുക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നോളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിന്റെ 125ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ചേർന്നു. സംഘാടക സമിതി ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റും സംഘാടക സമിതി കൺവീനറുമായ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി വിവിധ പദ്ധതികളുടെ പ്രവർത്തന രേഖ അവതരിപ്പിച്ചു. ബർസോമ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് വികാരി ഫാദർ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 15, 16, 17 തീയതികളിലായിട്ടാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. PTA, SMC, OSA, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സജി ചിറമൽ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P. അബൂബക്കർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ PK ജെയിംസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും മണലൂർ നിയോജകമണ്ഡലം ചെയർമാനുമായ ജോർജ് മണ്ണുമൽ, ക്ഷേമനിധി ജില്ലാ കോർഡിനേറ്ററും മണലൂർ നിയോജകമണ്ഡലം ജനറൽ കൺവീനറുമായ CL റാഫേൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ PV സുരേന്ദ്രൻ, KM അബ്ബാസ് എന്നിവർ സംസാരിച്ചു. 2024-26 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ വരണാധികാരിയായി. കേച്ചേരി യൂണിറ്റ് ഭാരവാഹികളെയും നിർവാഹക സമിതി അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾക്കായി നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി PK ജെയിംസ് പ്രസിഡന്റ്, P. അബൂബക്കർ ജനറൽ സെക്രട്ടറി, സജി ചിറമൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് കേച്ചേരി യൂണിറ്റ് പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ഇല്ലായ്മയെ വല്ലായ്മയാക്കരുതെന്ന് അസീം വെള്ളമണ്ണ. ചാവക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തഗ്ദീസ് ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1.5 പതിറ്റാണ്ടിലേറെയായി നടന്നുവരുന്ന ഈ വർഷത്തെ ക്യാമ്പിന്റെ 9ാം ദിനത്തിൽ തന്റെ വൈകല്യം കൊണ്ട് വിജയിച്ച അസീം വെള്ളിമണ്ണ ക്യാമ്പ് പ്രതിനിധികളെ തന്റെ ജീവിതാനുഭവം കൊണ്ട് പുത്തനുണർവ് നൽകി. തന്റെ വൈകല്യങ്ങളും പ്രിയ മാതാപിതാക്കളുമാണ് തന്നെ ഇത്രമേൽ സ്വാധീനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉള്ളതുകൊണ്ട് സ്വപ്നം കണ്ട് പറന്നുയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രമുഖ പ്രഭാഷകൻ അഹമ്മദ് വാഫി കക്കാട് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. തഗ്ദീസ് ജനറൽ കൺവീനർ സലാം ഹാജി ബ്ലാങ്ങാട് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ അഫ്സൽ വാഫി ചൊവ്വലൂർ പടി സ്വാഗതവും സാഹിദ് ഒരുമനിയൂർ നന്ദിയും പറഞ്ഞു. ഈ വർഷത്തെ ക്യാമ്പ് സമാപനം നാളെയാണെന്ന് ഭാരവാഹികളായ അസ്ലം ബക്കർ, സയ്യിദ് അഗലാഡ് എന്നിവർ അറിയിച്ചു. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിലെ മോർ ലോവോസറിന്റെ ഓർമ്മ പെരുന്നാളും ഇടവക ദിനാഘോഷവും സുവിശേഷ യോഗവും മെയ് 8 ബുധൻ മുതൽ 12 ഞായറാഴ്ച വരെ നടക്കും. 7 ദിവസങ്ങളിലായി ഫാദർ ഫിലിപ്പ് ഉറുമ്പിൽ കട്ടിലപ്പുവം, കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ ഫാദർ ഡോക്ടർ മാത്യു വർഗീസ്, ഫാദർ സഞ്ജയ് ഏലിയാസ് ജോയ് മുളന്തുരുത്തി എന്നിവർ പ്രസംഗിക്കും. വിപണി ഗുരുവായൂർ കിഴക്കേ നടയിൽ എലൈറ്റ് ഹോട്ടലിന് എതിർവശത്തെ മടക്കാവിൽ ലൈനിൽ ആരോഗ്യ നികേതൻ ആയുർവേദ ആൻഡ് യോഗ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം
പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ലിബി അരവിന്ദ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. ചടങ്ങിന് ഡോക്ടർ എസ് അമ്മിണി സ്വാഗതം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ റഹ്മാൻ തിരുനെല്ലൂർ, AMAI ഭാരവാഹി ഡോക്ടർ ഗോപിദാസ്, പുതൂർ രമേശ് കുമാർ, KB സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ അലീഷ CB നന്ദി പറഞ്ഞു. പഞ്ചകർമ്മം, അഗ്നികർമ്മം, രക്തമോക്ഷം, മർമ്മചികിത്സ, ആയുർവേദിക് കോസ്മെറ്റോളജി, ഹിപ്നോതെറാപ്പി ആൻഡ് NLP, അഷ്ടാംഗ യോഗ ക്ലാസ്, താന്ത്രിക് റേക്കി ക്ലാസ്, സുജോഗ് അക്യുപങ്ക്ചർ എന്നിവ ആരോഗ്യനികേതനിലെ സവിശേഷതകളാണ്. സ്ഥാപനത്തിന്റെ വിലാസം: ആരോഗ്യനികേതൻ ആയുർവേദ ആൻഡ് യോഗ ക്ലിനിക്, മടക്കാവിൽ ലൈൻ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, കിഴക്കേനട, ഗുരുവായൂർ. ഫോൺ 9947542188, 8921495801. മാസങ്ങളായി തകർന്നു കിടക്കുന്ന മിനിമാസ് ലൈറ്റ് പുനഃസ്ഥാപിച്ചില്ല. ഡിവൈഎഫ്ഐ ചിറ്റഞ്ഞൂർ യൂണിറ്റ് നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭ അധ്യക്ഷയ്ക്ക് പരാതി നൽകി. ചിറ്റഞ്ഞൂർ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്ഥാപിച്ച മിനിമാസ് ലൈറ്റാണ് 6 മാസത്തിലേറെയായി തകർന്നു കിടക്കുന്നത്. ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലർ തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6620 രൂപ, സ്വർണം പവന് 52,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചർമ്മം ഗുരുവായൂർ തിരുവെങ്കിടം തെച്ചിയിൽ ലീല നിര്യാതയായി. 68 വയസ്സായിരുന്നു. പരേതനായ അരവിന്ദാക്ഷ മേനോൻ ഭർത്താവാണ്. രാജലക്ഷ്മി മകളാണ്. ഇലത്താള കലാകാരൻ ഷൺമുഖൻ തെച്ചിയിൽ സഹോദരനാണ്. സംസ്കാരം മെളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. കുന്നംകുളം കിഴൂർ കണിശ്ശേരി ശങ്കരൻകുട്ടി നായർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കാട്ടകാമ്പാൽ കുന്നത്താട്ടിൽ ശങ്കരൻകുട്ടി മേനോൻ ഭാര്യ കൊച്ചു അമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സുധാകരൻ, പ്രദീപ്, സുധീർ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ചാലശ്ശേരി അങ്ങാടി കല്ലുംപുറം റോഡിൽ കിടങ്ങത്ത് വിനോദ് ഭാര്യ അതിഥി ലണ്ടനിൽ നിര്യാതയായി. 43 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് UK നടക്കും. സിയാന മകളാണ്. ആർത്താറ്റ് നെയ്യൻ വാറുമകൻ തമ്പി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ആനിയമ്മ ഭാര്യയും ആൽബർട്ട്, റോബർട്ട് എന്നിവർ മക്കളുമാണ്. പുന്നീർകുളം മന്ദലാകുന്ന ജുമാ മസ്ജിദിന് കിഴക്ക് ചാക്കോല റോഡിൽ പരേതനായ സുലൈമാൻ മുസ്ലിയാരുടെ ഭാര്യ ചാക്കോലയിൽ KV ഫാത്തിമ നിര്യാതയായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാകുന്ന ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. റഷീദ, നജീബ്, നസീറ, സലീം, സക്കീർ എന്നിവർ മക്കളാണ്. പുന്നിയൂർ അവിയൂർ ത്വാഹ പള്ളിക്ക് സമീപം താമസിക്കുന്ന കാവിൽപ്പാട്ട് മുഹമ്മദ് ഹാജി നിര്യാതനായി. 71 വയസ്സായിരുന്നു. ഖബറടക്കം അവിയൂർ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുബൈദയാണ് ഭാര്യ. താജുദ്ദീൻ, ഷംസുദ്ദീൻ, നിഷ എന്നിവർ മക്കളാണ്. വേലൂർ കുറുമാൽ എടത്തറ വീട്ടിൽ ബാലകൃഷ്ണൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ പരേതയായ രാഗിണി, സജിത്ത്, സിജി, ജിനി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പാറമ്പാടത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോട്ടോൾ സ്വദേശി അഭിഷിക്താണ് മരിച്ചത്. അപകടം വൈകിട്ട് 5 മണിയോടെ. SSLC പരീക്ഷാഫലം നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. പരീക്ഷാഭവൻ സൈറ്റുകളിലൂടെ ഫലമറിയാം. ഒരുക്കങ്ങൾ പൂർത്തിയായി. പുന്നൂരിൽ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ
ഫാദർ ഡേവിസ് ചെറമൽ അപകടനില തരണം ചെയ്തു. ആദ്യം പ്രവേശിപ്പിച്ചിരുന്ന ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ നിന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. ക്ഷീണം മാറുന്നതുവരെ ആശുപത്രിയിൽ വിശ്രമത്തിൽ തുടരുമെന്ന് അധികൃതർ. ഇരുമ്പപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരീക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു സൂര്യതാപത്താൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. കുന്നംകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. പണവും മൊബൈൽ ഫോണും കവർന്നു. പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിലായിരുന്നു കവർച്ച. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.